Hey guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് ഉറുമ്പിക്കരയാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്, കാര്യം വേറൊന്നുമല്ല. ഇപ്പോൾ ഏകദേശം ഉറുമ്പിക്കര പോയിട്ട് ഏകദേശം ഒരു 7 മാസത്തിന് മേളിലായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എറൗണ്ട് ഒരു 23ഓളം വണ്ടിയുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വണ്ടി ഉള്ള ടീമായിട്ട് പോയേക്കത് സ്കോഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണ്. അതിനുശേഷം ഞാൻ ഇത്രയും ടീമായിട്ട് അന്നിങ്ങനെ 36 ബൈക്സ് ഉണ്ട്, അത് എക്സ്പൾസ് മാത്രമായിട്ട്. ഇന്ന് എല്ലാ വണ്ടിയുണ്ട്. ഹിമാലയൻ ഉണ്ട്, അഡ്വഞ്ചർ 390 ഉണ്ട്, എക്സ്പൾസ് ഉണ്ട്, സ്പ്ലെൻഡർ ഉണ്ട്. അപ്പം നമ്മുടെ ഇടുക്കി സൈഡിൽ നിന്നുണ്ട്, തൃശ്ശൂർ, പാലക്കാട്, പിന്നെ കൊല്ലത്ത് 2 പേരുണ്ട്, പിന്നെ പാലക്കാടുണ്ട്, എറണാകുളത്തു നിന്നുണ്ട്, തൊടുപുഴയിൽ നിന്നുണ്ട്. അപ്പം എറൗണ്ട് മൊത്തത്തിൽ അത്യാവശ്യം പിള്ളേരുണ്ട്. അത്യാവശ്യം ഉരുണ്ടി വീഴ്ചയും ഉയർത്തെല്ലാം ഇപ്പം എന്തായാലും ഉണ്ടാകും. ആ സ്കിപ്പ് ചെയ്യേണ്ട, ഉറുമ്പിക്കര പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട. നല്ല വൈബുള്ള വീടായിരിക്കും. പക്ഷേ മഴ പെയ്ത് അത്യാവശ്യം ചെളിക്കണ്ടം പോലെയാണ് നമ്മുടെ ഉറുമ്പിക്കരന്ന് കുട്ടിക്കാൻ റൂട്ട് കിടക്കുന്നത്. പക്ഷെ നമ്മൾ നിലവിൽ ഇപ്പോൾ കയറി പോണ റൂട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ANTR എൻഡ്യൂറോ ട്രയൽസ് കയറി പോണ മെയിൻ റൂട്ട്. അത് താഴത്തു നിന്ന് മുണ്ടക്കയം ANTR നേരെ ഉറുമ്പിക്കര. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി പോണത് ഉറുമ്പിക്കര നേരെ നമ്മുടെ നേരെ മറ്റേ റൂട്ട് തന്നെ, നമ്മുടെ കുട്ടിക്കാനം ചെന്നിറങ്ങല്ലേ ആ റൂട്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം വീഴ്ചകളുണ്ടാവും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും. അപ്പോൾ നല്ല വൈബ് വീഡിയോ ആയിരിക്കും മാക്സിമം പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ ഏകദേശം ANTR അറൗണ്ട് ഒരു 4-5 കിലോമീറ്ററിന് നമ്മൾ അടുത്തുള്ളൂ. ഇപ്പം ഇനി ബാക്കിയുള്ള ടീംസ് കുറച്ച് പേര് നമ്മുടെ മുണ്ടക്കയത്ത് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ ANTR ചെന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് എത്തിയതിന് ശേഷം ബാക്കി വീഡിയോസ് അവിടെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹെളങ്കാട് എന്ന് പറഞ്ഞൊരു സ്പോട്ടിലാണ്, ഒരു പാലത്തിൻ്റെ മേളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമലി നമ്മൾ ഉറുമ്പിക്കര പോണത് ANTR പാലം കവർ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നിലവിൽ ANTR പാലം പൊളിഞ്ഞു പോയി. അപ്പം നിലവിലവിടെ പാലം പണി പുതിയത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റൂട്ട് തൽക്കാലം ബൈക്കുകൾ ഒരു വണ്ടി ഒന്നും പോകില്ല. പിന്നെ ഉള്ളത് നമുക്ക് ANTR ഒരു 2-2.5 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ എളങ്കാട് എന്നൊരു ലൊക്കേഷൻ ഉണ്ട്. എളങ്കാട് ജംഗ്ഷനിൽ ഒരു ആശ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഹോട്ടലിന് ചേർന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി എടുക്കുന്നുണ്ട്, ഒരു പാലം റൂട്ട്. ആ റൂട്ട് കയറി കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ വീണ്ടും ഒരു റൈറ്റ് സൈഡിലേക്ക്. അവിടുന്ന് നേരെ ഒരു 4 കിലോമീറ്ററാണ് നമ്മുടെ ഉറുമ്പിക്കര ആ കോൺക്രീറ്റ് റോഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെന്നെത്തുന്നത്. നിന്റെ ഗ്ലൗസ് എന്ത് പോവാ. നിലവിൽ ഏകദേശം അപ്പോൾ ടീ ഫാക്ടറി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ നേരമായിട്ട് രാവിലെ മുതൽ, അതായത് അറൗണ്ട് ഒരു 11:30 മുതൽ കുറച്ച് ടീംസിനെ കാത്തിരിക്കുകയായിരുന്നു. അവർ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും 23 പേര് വെച്ചിട്ട് നമുക്ക് ഈ കയറിപ്പോക്ക് ഒരുമിച്ച് എന്തായാലും ചടങ്ങാണ്. അത് കാരണം ആദ്യം വന്ന ടീംസ് അങ്ങനെ ഹാൻഡിൽ ബാർ ഹൈറ്റ് കുറവുണ്ട്, ഭയങ്കര ഷോക്ക് കേട്ടോ, കട്ട ഷോകം.
കൈ ഭയങ്കര ടൈറ്റാ, കൈ ഭയങ്കര ടൈറ്റ്. എൻ്റെ മോനെ ഷോർട്ട് ഹാൻഡിൽ വെച്ച് ഒരിക്കലും ഓടിക്കാൻ പറ്റില്ല ട്രയൽസ്. എൻ്റെ പൊന്നോ, ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, ഉദ്ദേശിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എണീറ്റ് നിന്ന് ഓടി ഭയങ്കര റിസ്ക്. ഞാൻ ഏത് കമ്പനിയാണെന്ന് പറയുള്ള ഈ സാധനം നമുക്ക് റേസിലുണ്ട്. നമ്മൾ നോർമലി ബാർ ഹാൻഡിൽ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൈറ്റ് കിട്ടാൻ വേണ്ടി മിക്കവരും ബാർ ഹാൻഡിൽ യൂസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് സ്ട്രോങ് സാധനം, അതായത് നമുക്ക് വേറെ വിഷയമൊന്നുമില്ലാണ്ട് പെട്ടെന്ന് ബെൻഡാവാത്ത രീതിയിൽ യൂസ് ചെയ്യാനാണ് മിക്കവരും ബാർ ഹാൻഡിൽ യൂസ് ചെയ്യുന്നത് തന്നെ. പക്ഷേ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട ഷോക്കാണ്. പേഴ്സണലി മെസ്സേജ് ഞാൻ ഡയറക്റ്റിങ് DM ചെയ്യുകയാണെങ്കിൽ വേറെ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ബ്രാൻഡ് അതൊന്നും പറയാം, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വെച്ച് ഈ ട്രയൽസ് കയറുന്ന എന്നെ ചടങ്ങാണ്. ഞാൻ നേടൂല എൻ്റെ പൊന്നുമേടാ. ഈ ഹാൻഡ് ബാർ ഷോക്കാണ്, കട്ട ഷോക്കാണ്. എണീറ്റ് ഓടിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇരിക്കണോടാ, കൈ നല്ല വേദന ഭയങ്കരമായിട്ട്. ഹാൻഡ് ബാർ പോക്കണം, മരണം. ഡാലിന് ഹാൻഡ് ബാർ റൈസ് ഉണ്ടോ? ഓടിക്കാനോടാ, കൈ ഭയങ്കര വേദന. ഇതുണ്ടോ നോക്കി ഈ ഭാഗത്ത് കുഞ്ഞിക്കുന്നുണ്ട്. അത് സുഖം. ഹാൻഡ് ബാർ ഹൈറ്റ് കുറയാണ്ടേ നടുമെടുക്കണ്. എടാ ബ്ലേഡേ ആ വേണ്ട അവിടെ കുഴപ്പമില്ല. പോട്ടെ. ഞാൻ പറയും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ആൾക്കോ ടയറിട്ട് ഹിമാലയൻ കയറി ടെറൈനിൽ ഞാൻ ഈ എക്സ്പൾസായിട്ട് റീസിൻ്റെ ടയറിട്ട് ചുമ്മാ തീ പോലെ കയറ്റി. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് അഡീസാണ്. റീസിൻ്റെ പെർഫോമൻസ് പറഞ്ഞറിയാൻ പറ്റത്തില്ല. കാര്യം ഓരോ റൈഡിൽ അറിഞ്ഞുകൊണ്ടിരിക്കുക റീസിന് ഒരു രക്ഷയില്ല. പർച്ചേസ് ചെയ്യുവാണെങ്കിൽ എക്സ്പൾസ് ഹിമാലയനൊക്കെ തീർ പെർഫോമൻസ് കിട്ടും, കൺഫേം. കണ്ണസനൊക്കെ നിർത്തൽ കയറിപ്പോ. ക്രാഷ് ഗാർഡെല്ലാം ഉത്തമ ഉദാഹരണമാണല്ലോ, ഒരുപാട് കയറിണ്ടല്ലോ. ക്രാഷ് ഗാർഡ് നോക്കി ഏടാ, ഇത് സീൻ കണ്ടോ, വളഞ്ഞ് ഇങ്ങോട്ട് പോന്ന്. ഇത് ക്രാഷ് ഗാർഡ്. ഇത് നേരത്തെ ഒരു കിളവൻ കൊണ്ട് ഇടിച്ച് വെള്ളം അടിച്ചിട്ട് ഇടിച്ചു കയറ്റി. ആ ഇടിച്ച് കയറ്റിൽ വളഞ്ഞു. ഇപ്പൊ ഞാൻ പോയിട്ട് നല്ലൊരു വീഴ്ച വന്നു, നല്ല മിൽക്ക് ക്വാളിറ്റിയാ. അതെങ്ങനെയാ നിക്ക് ഇടിച്ചില്ല. അപ്പാ പോട്ട് വെള്ളം കയറിയില്ല, അത്രയാണ് കിട്ടുന്ന.
ഒരു പിടിയിലടാ ഓടിക്കാൻ തരും ചേട്ടാ. ഇതല്ല ഒരു വണ്ടി എടുക്കാനോ? ഇതിന്റെ ഇപ്പൊ ഒന്നൊന്ന് വണ്ടി ഓടിക്കാൻ ആളില്ലേ? ഏതെടുക്കണ്ടേ? ഒരു വണ്ടി എടുക്കാൻ. എടാ ആ വണ്ടിയുടെ ആള് വല്ലണ്ടാ വരുന്നുണ്ട് വരുന്നുണ്ട്. ചേട്ടൻ ജീസ് ഓടിക്കാൻ പോകും. അല്ല ഞങ്ങൾ ഓടിക്കണം കാണാൻ. ചേട്ടൻ ജീസ് ഓടിക്കണം. എന്താ ചേട്ടൻ ജീസ് അടിപൊളിയായിട്ട് ഓടിക്കട്ടെ. വീട്ടിലേക്ക് ചെയ്തോ അത്. പണ്ടൊക്കെ ഓടിക്കാൻ അപ്പൊ ഓക്കെ രാജ. വെള്ളം വലിഞ്ഞോ കൊടുക്ക. മോനെ ആൾക്ക് പറ്റും. പിന്നല്ല ഫുള്ള് ഫോൺ ചെയ്യുക. കഴുത്തിലാക്സിഡന്റ് തോന്നുന്നുണ്ടാ. വെള്ളം കയറിടാ. വീഡിയോസ് വിളിക്കടാ വിളിക്കടാ. അവിടെ നിന്നാ ഇവിടെ മറ്റേ ചെറിയ കല്ലാണ് ഗ്രാവൽ പോലത്തെ ആ സാധനമാണ്. പിടുത്തം കിട്ടില്ല, പക്ഷെ താങ്ങ് പോല മൂന്ന് പോലെ അവർക്ക് ചെയ്തതുകൊണ്ട്. മോന്ന് കാണിച്ചേ. അശ്വിൻ റൈഡ്സും ട്രയൽസ് ഇട്ടു. ഇവിടെ ഇവിടെ പറ്റും. പോട്ടെ 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 എന്നെ പൂച്ചൊക്കെ പിടിച്ചോടി താഴെ പോയി. ആ പിടിച്ചോ. ആ പാ പറഞ്ഞോ. പിടിച്ചോ ശരി. ഇല്ല പൊങ്ങട്ടെ പൊങ്ങട്ടെ പൊങ്ങട്ടെ. ഇവിടെ കയറാം. വേണ്ട വേണ്ട കയറുക.
ഇത് കൂടെ വരുവാ, ഇത് കൂടെ വരുവാ. നന്നായി വന്നാൽ പോട്ടെ. ഇതിൽ പോട്ടെ. ആ പോട്ടാ. ഒരു വീട് എടാ, വണ്ടി ഹെഡ് പണിതുണ്ടല്ലേ. എടോ വീട് ബ്രോ, അബീത്തിന്റെ സ്ക്രീൻഷോട്ട് അടിക്കാൻ സാധനം ഫോട്ടോ ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുത്ത് കമ്പനി അടിക്കാൻ പറ്റിയ ലാൻഡ്സ്കേപ്പ് ആ മേലെ പൊക്കി വണ്ടിയുടെ റൂഫും അമ്മാരെയും കൂടി കിട്ടാൻ കിട്ടാൻ കഴിയും. ഇല്ല ജസ്റ്റ് പിക്ക് എടുത്തോ, കുഴപ്പമില്ല. മഴയുടെ എനിക്ക് അത് ഞാൻ കാണിച്ചോളാം. അയ്യോ ചെക്ക് പോയി. സൈഡിൽ നിന്ന് മാറി വണ്ടി കയറി വിട്ടാ, വണ്ടി കയറി നീ ബാക്കിൽ അങ്ങനെ പോട്ടെ കളിച്ചാ മതി. അടിച്ച് കയറി വാ.
കിട്ടിയില്ലേ അത് മറ്റേ വാട്ടർ ഡ്രോപ്പ് വരുന്നുണ്ടോ? ഒരു വിഷയമില്ല. വലിക്കറ സൈഡ് കല്ല് വെട്ടറാ. ഒരു മില്യം പോയിട്ടോ. ഇവിടെ കയറിയുണ്ട്, അതിവിടെ കയറിയുണ്ട്. ഇല്ല വിഷൂല. ചെളി കുത്താനുള്ളതാ. അമ്മാനെ ഓടാ കൊണ്ട് ഒരു താഴോട്ട്. കുഞ്ഞിട്ടോ അവിടെ തിരിച്ചു കയറിപ്പോയല്ല. അയ്യോ
ചിലപ്പോൾ അടത്തി പണി കിട്ടും. അതെ വെള്ളം കയറി കാണും നിന്നാലേ ആ മരുന്നവർ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ. തിരിച്ചു പോയി നോക്കണോ? അല്ല പോയി നോക്കണേ. കുഞ്ഞിട്ടോ പോയി നോക്കണോ? പോയി നോക്കണോ? പോയി നോക്കല്ലോ. അവിടെ പോയി നോക്കാം. അടാ വീഡിയോ ഇട്ട് കൊണ്ടുവരാം. പോയി നോക്കാം. നീ വണ്ടി ഞാൻ നടക്കണുള്ളൂ. നിന്നൊന്നും ഓടിക്കാൻ മൈലോ. പറയല്ലേ മക്കളെ, അവിടെ ഇമാതിരി വായ്പകൾ ഇത്രയും മഴ കേട്ടോ. നോക്കിയോ ഇറങ്ങിക്കോ. നിന്റെ വണ്ടി വെള്ളം കയറി നിൽച്ചുണ്ടോ? വണ്ടി വെള്ളം കയറി നിൽച്ചുണ്ടോ? വെള്ളം കയറി കഴിഞ്ഞാ ഓഫ് ഓൺ ചെയ്യുന്നുണ്ടോ? കാരണം കപ്പില് ഇപ്പൊ ട്യൂബ് അരിഞ്ഞിട്ടു. വെള്ളം കയറുന്ന കപ്പില് ട്യൂബ് അരിഞ്ഞിട്ടു. ഇനി ഇത്രയും വെള്ളം കാണും. വെള്ളം ഇത് ഫിൽറ്ററിന്റെ ഭാഗം വെള്ളം കയറും. ഇത്രയും വെള്ളം കയറും. ഫിൽറ്റർ ബോക്സിന്റെ വെള്ളം കയറും. എക്സ്പ്രസ് അല്ല കുഴപ്പമില്ല. വണ്ടി ഓഫ് ആണ് കയറി പോയാൽ മതി. സിംഗിളാ? എങ്ങനെ? എടാ ആ ബ്ലഡിനെ വായിക്കെടുത്തോ. പോവാ വിട്ടോ.
എൻ്റെ ബാഗിലാ? ബാക്കിൽ ആ ബാക്കിൽ വെക്കാം. ആ സത്യമായിരിക്കും. വെള്ളത്തിൽ കൂടി ഈ വണ്ടി പോയി ഞങ്ങൾ ബാക്കി വരാം. ഓക്കെ എന്നാ ഈ വണ്ടി എടുത്തു. ബാറ്ററി ചാർജ് ഉണ്ടോ? ചാർജൊക്കെ കൊള്ളാം. ഓഫാക്കിട്ടേക്കാം. അവിടെ കയറിയാ എന്റെ പൊന്നെ അറിഞ്ഞത് അടാ അവിടുന്ന് നീരായിപ്പോടാ. എൽദോസേ ഇതിന് പറ്റുമെനിക്ക് ഇതിന് പറ്റിയോ? അതേരേക്കാ മറ്റേ ഒരു വണ്ടി വീരായി പോയല്ലേ? വീരായി പോയാ?
വിഷയമുണ്ടോ? ഇന്ന് വിഷയമുണ്ടോ? ഓൾറെഡി ചെറിയ വളവുണ്ടായിരുന്നു. ഇവിടുന്ന് എവിടെയാ? പൊക്കിക്കൊണ്ടിരാ. കയറുന്ന ഞാനോട് പറഞ്ഞ ഞാൻ ട്യൂബ് ഇട്ടിട്ടുണ്ട് മറ്റേ കപ്പിന്റെ അടിയിലേക്ക്. ഉറപ്പാ കട്ടിങ്ങാണ്. ഞാൻ ചെയ്തല്ല. എക്സ്പോ കണ്ട് ആവേശം ഞാൻ പുറകെ പോയി. വണ്ടി ഇവിടെ കട്ടിങ് കയറി വീഡിയോ അല്ല എവിടെ ആടിപ്പോയെന്ന് പറഞ്ഞിട്ടോ. ഇവന്റെയാ എവിടെ പരിപാടി അവതരിപ്പിച്ചാലോ. റോഡിലാണെങ്കിൽ പിന്നെയും വിഷയമില്ല, ചാടിപ്പോയില്ല. ഇത് കട്ടി ചാടിയുടെ വെയിറ്റ് കൂടിയോണ്ടേ പറഞ്ഞങ്ങ് പോന്നു. അതിന് ക്രാഷ് ടാങ്ക് അടിച്ചാണ്ടോ നല്ല ഷേപ്പിന് കറക്റ്റ് വെച്ച്.
കുളിപ്പിക്കുക